ഇതിപ്പോ ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് വന്നതാണ്, ബിരിയാണി മസാലയാണ്. ഇതെങ്ങനെ ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെ? ഇത് പിന്നെ 1 കിലോ അരി, 1 കിലോ അരി, 1 കിലോ പിന്നെ കോഴി ആണെങ്കിലും ശരി, ബീഫ് ആണെങ്കിലും ശരി, കുട്ടനാണെങ്കിലും ശരി, 1 കിലോ അരി, 1 കിലോ ഇറച്ചും, അതിക്ക് 100 ഗ്രാം തൈര് ചേർക്കുക, 350 മില്ലി വെള്ളം ചേർക്കുക. അത് ആ മസാലയിൽ കുഴക്കുക. മസാല കൂട്ടിയിട്ട് കുഴച്ചിട്ട് അത് കുക്കറിലാണെങ്കിൽ കുക്കറിൽ, ചെമ്പിലാണെന്നുണ്ടെങ്കിൽ ചെമ്പില്, അങ്ങനെ രണ്ടിലുണ്ടാക്കല്ലേ? രണ്ടിലുണ്ടാക്കും. എങ്ങനെയാണ്? എന്നിട്ട് പിന്നെ അരി, പിന്നെ ജോക്കറാണ് ഏറ്റവും നല്ലത്. ജോക്കർ അരി തിളപ്പിച്ചുകൊണ്ട് അതിന് മേലെ ഇട്ട് കൊടുത്താൽ മതി. ഏത് മസാല അതിന്റെ മേലെ ഇടുക? അല്ല, മസാലന്റെ മേലെ മസാല എല്ലാം റെഡി ആയതിന്റെ ശേഷം അരി അതിന്റെ മേലെ എങ്ങനെ ഇതാക്കിട്ട് ഇടുക? ബോയിലാക്കി വേവിച്ചിട്ടുണ്ട്. ബോയിലാക്കി വേവിച്ചാണ് ഇടുക. ഏറ്റവും ചുരുങ്ങിയത് 20 അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ബിരിയാണി റെഡി ആവൂല. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏറ്റവും നല്ല ടേസ്റ്റാണ്. നമ്മൾ വെച്ച് യൂസ് ചെയ്ത് ഭക്ഷണം കഴിച്ച് ഇത് മടിയന്മാർക്ക് പറ്റിയ ഏറ്റവും വലിയ മടി ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ്. വിരുന്നേര് വന്നു കഴിഞ്ഞാല് പിന്നെ ഒരു ചായം കടി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ബിരിയാണി റെഡി ആവൂല. റെഡിയാവും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനമാണ്. ഒരു അരമണിക്കൂർ ആണോ? അങ്ങനെ എത്ര? അല്ലെങ്കിൽ 30 മിനിറ്റ്. ഒരു 30 മിനിറ്റ് കൊണ്ട് എല്ലാം ആവൂല. ഒരു വിരുന്നേരൊക്കെ വന്നാല് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുതിയ ഐറ്റമാണ് ബിരിയാണി മസാല. മാജിക് ബിരിയാണി മസാല എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ എല്ലാവർക്കും വാങ്ങാവുന്നതാണ്. ഇതിന്റെ ഒപ്പം നമ്പറും കൂടെ കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാല് സാധനം അവർ സൈറ്റിൽ എത്തിച്ചു കൊടുക്കും, വീട്ടിലെത്തിച്ചു കൊടുക്കും. അപ്പൊ ആവശ്യക്കാര് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഉള്ളി വേണ്ട, തക്കാളി വേണ്ട, പച്ചമുളക് വേണ്ട, ഇഞ്ചി വേണ്ട, പിന്നെ ഏലക്കായ ഇത് വേണ്ട, ബിരിയാണിന്റെ മറ്റേ മസാലപ്പൊടി ഒന്നും വേണ്ട. ഇതിനടങ്ങിയിട്ട് ഉപ്പടക്കം, ഉപ്പും ചേർക്കണ്ട, എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ വെള്ളം പാകത്ത് എത്ര? 350 മില്ലിയാണ്. പിന്നെ ഓരോരുത്തര് പിന്നെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഇതിനനുസരിച്ച് വെള്ളം ചേർക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു സൺഫ്ലവർ ഓയിൽ, അത് പോരാന്നുണ്ടെങ്കിൽ അതിന് ചേർത്തി കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു പ്രൊഡക്റ്റ്, ഒരു പാക്കറ്റിന്റെ വില എത്രയാണ്? 180 വില. 180. ഇപ്പൊ സ്റ്റാർട്ട് ആയതുകൊണ്ട് 170 കൊടുക്കുക. 170 10 രൂപ കമ്മിയാക്കി കൊടുക്കൂല. ആവശ്യക്കാർക്കൊക്കെ അപ്പൊ എത്തിച്ചു കൊടുക്കും ചെയ്യും. അല്ല, ഈ നമ്പറിൽ ബന്ധപ്പെടാം അല്ലെ? ഇതിന്റെ കൂടെ നമ്പറും കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്. എന്നാ ശരി.